ഇംഗ്ലീഷിനാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൺസിസ്റ്റന്റ് ആയാൽ മതി, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ആണ്. നമ്മൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് നമ്മുടെ സോഴ്സസ് എടുക്കുക, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. നമുക്ക് ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യം ആദ്യമേ ചെയ്ത് ഔട്ട് ഓഫ് ദി വേ ആക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആയി. സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായിരുന്നു? പിന്നെ അടിപൊളിയാണ് സൈലത്തിന്റെ ക്ലാസ്. ഈ പ്രാവശ്യത്തെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് 42ാമത്തെ റാങ്ക് മേടിച്ച പാർവതിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പാർവതിയോട് എങ്ങനെയായിരുന്നു ഇങ്ങനെ റാങ്ക് മേടിച്ചത്, ആ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്ത് തോന്നുന്നു പാർവതി? How are you feeling? Really happy. ശരിക്കും പ്രതീക്ഷിച്ചിരുന്നോ റാങ്ക്? ലിസ്റ്റിലുണ്ടാകും എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? പ്രിപ്പറേഷൻസ് GK ഞാൻ ബേസിക്കലി സൈലത്തിന്റെ ഡിഗ്രി ലെവൽ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ചിലല്ല, ഡിഗ്രി ലെവലിന്റെ ബാച്ചിലായിരുന്നു പാർവതി. ശരി. പിന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 50% ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വേറെ കോഴ്സസ് ഒന്നും ജോയിൻ ചെയ്തില്ല. ബാക്ക്ഗ്രൗണ്ട് അപ്പോ പാർവതി ഇംഗ്ലീഷ് ആണ്. ഡിഗ്രി PG എല്ലാം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. എന്നിട്ട് ഞാൻ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിൽ. ഓക്കെ, ശരി ശരി. അതൊരു 1 year വർക്ക് ചെയ്തിട്ട് ഞാനൊരു 1 year ബ്രേക്ക് എടുത്തു. ആ ബ്രേക്ക് എടുക്കാനുള്ള കാരണം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തന്നെയായിരുന്നു. ആദ്യമായിട്ട് അപ്പോ എഴുതുന്ന അപ്പയർ ചെയ്യുന്ന ഒരു പഠിച്ചിട്ടൊക്കെ എഴുതുന്ന ഒരു എക്സാം ആണ്. മൊത്തത്തിൽ എക്സാം എഴുതിയിട്ട് ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ അടുത്ത് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടായിരുന്നു, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ, ഈ ലെവൽ എല്ലാം പാസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര പാടായിരുന്നു എക്സാം? ഒബ്ജക്റ്റീവ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഡിഫിക്കൽട്ട് ആയിരുന്നു. ഓക്കെ. പ്രീവിയസ് ഇയേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. ശരി. ബട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് എന്താ ലിസ്റ്റിലുണ്ടാകും എന്നൊരു ഇതുണ്ടായിരുന്നു. ഡിസ്ക്രിപ്റ്റീവും ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, പക്ഷെ ടൈം ക്രഞ്ചിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. 2 എസ് എഴുതണം, ഒരു പ്രൈസ് എഴുതണം, 10 കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് എഴുതണം. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അത്യാവശ്യം? അതെ. എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ്. അപ്പൊ അയാൾ പറഞ്ഞായിരുന്നു പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ, നമുക്ക് സമയത്തിൽ തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ വീട്ടിൽ ഞാൻ ടൈമർ വെച്ചിട്ട് ആണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈസി ആണെങ്കിൽ ഞാൻ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ ലെഫ്റ്റിൽ വരുന്ന കുഞ്ഞു പോർഷൻ അതിന്റെ ഞാൻ പ്രൈസി ആക്കി ടൈമർ വെച്ച് ശീലിക്കുമായിരുന്നു. പാർവതിയുടെ വീട് ശരിക്കും എവിടെയാണ്? നെയ്യാറ്റിൻകരയിലാണ്. പഠിച്ചതും എല്ലാം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം വിട്ട് പുറത്തങ്ങനെ പോയിട്ട് ഒന്നുമില്ല. ഇപ്പൊ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ അപ്പൊ പറഞ്ഞു 1 വർഷം ഗ്യാപ്പ് എടുത്തുകൊണ്ട് ആ 1 വർഷമാണ് പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഓരോ ദിവസവും പഠിക്കുന്നത്, ചുമ്മാ പഠിക്കുന്ന മാത്രമല്ല ചോദിക്കുന്നത്, ഒരു ദിവസം ഇപ്പൊ എങ്ങനെയായിരിക്കും റൂട്ടീൻ? നല്ല രാവിലെ എഴുന്നേറ്റ പിന്നെ രാത്രി വരെയുള്ള റൂട്ടീൻ എങ്ങനെയായിരിക്കും സാധാരണ? രാവിലെ എഴുന്നേറ്റ് കുറച്ച് യോഗ ചെയ്യും. ഓക്കെ. യോഗ കണ്ടിന്യൂസ് കുറെ വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പഠിക്കാനിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ബ്രേക്ക് എടുത്ത് കുറച്ചു നേരം കിടക്കും, അല്ലെങ്കിൽ സീരീസ് എന്തെങ്കിലും കാണും. എന്നിട്ട് പിന്നെയും പഠിക്കും. അതൊരു കാര്യം സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ഉയർന്ന റാങ്കുകളിലേക്ക് എത്തുന്ന ആൾക്കാർ പഠിക്കുന്നു, ചെറിയ ബ്രേക്ക് എടുക്കുന്നു, വീണ്ടും പഠിക്കുന്നു, ബ്രേക്ക് എടുക്കുന്നു, ഫുൾ പഠിത്തം എന്നുള്ളതാണ്. അങ്ങനെ ഇല്ല. കാരണം ഇടയ്ക്ക് പുറത്തൊക്കെ പോകാറുണ്ട്, ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകാറുണ്ട്. അങ്ങനെ ഫുള്ളി ഇതിലിരുന്നാൽ നമുക്ക് മടുപ്പ് തോന്നും. അതെ. അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റുമോ? കുറെ ആൾക്കാർ സംശയം, കുത്തിയിരുന്ന് ഇത്ര മണിക്കൂർ കണ്ടിന്യൂസ്ലി അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? കൺസിസ്റ്റന്റ് ആയാൽ മതി. 1 hour പഠിച്ചാലും ഡെയിലി 1 hour നല്ല ഫോക്കസ്, നല്ലപോലെ പഠിക്കാൻ. ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ആണ്. ശരിയാണ്. കുറെ ആൾക്കാർ പരാതിപ്പെടാറില്ല പല എക്സാമിനും. അവർ വീട്ടിലിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉണ്ട്. മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കുന്നു, ഉറക്കം കുറവാണ്, അങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ച് പോയിട്ട് എക്സാമിന് പക്ഷെ പറ്റിയില്ല. അവർ കൊടുത്ത ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണെന്നാണ് അവർ പറയുക. അത് ശരിയാണ്, അംഗീകരിക്കുന്നു. പക്ഷെ ഔട്ട്പുട്ട് അതിനനുസരിച്ച് കിട്ടുന്നില്ല. അവിടെ ഈ ക്വാളിറ്റി ക്വാണ്ടിറ്റി ആ ഒരു വ്യത്യാസമല്ലേ വരിക? എത്ര സമയമാണോ നല്ലപോലെ പഠിക്കണം, അത് എഫക്റ്റീവായിട്ട് ഇപ്പൊ ഒരാൾ ഇപ്പൊ ഇത് കാണുകയാണ്, ഇതുപോലെ എനിക്കും ആവണം. അപ്പൊ എങ്ങനെ പഠിക്കണം അവരോട് എങ്ങനെയാണ് പറയാ? നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞു ക്വാളിറ്റി ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെയാണ് എങ്ങനെ പഠിക്കണം? ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ആദ്യം ഇംഗ്ലീഷിൽ നല്ലൊരു ബേസ് ബിൽഡ് ചെയ്തെടുക്കണം. കാരണം ഇംഗ്ലീഷിനാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബാക്കിയുള്ള എല്ലാ എക്സാമും ഇപ്പൊ പാർവതി വേറെ എക്സാമുകൾ എഴുതാൻ പോകുമായിരിക്കും എന്തായാലും, തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ ഉണ്ടാകുമായിരിക്കുമല്ലോ. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ കോമ്പറ്റീവ് എക്സാമിന് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരോട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറയാം? ബേസിക്കലി സിലബസ് നല്ല തറവായിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അപ്പൊ അത് ഒബ്വിയസ്ലി അത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. നമ്മൾ പഠിക്കാൻ നിന്നാൽ സോഴ്സസിന് കുറവൊന്നുമില്ല. ആക്ച്വലി അതിന്റെ കൂടുതലാണ്. അത് കാരണമാണ് പണ്ടത്തെ ഒരു അവസ്ഥയല്ല ഇപ്പൊ. നമുക്ക് ഡിജിറ്റലി ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴത്തേനും കോഴ്സസ്, ഈവൻ യൂട്യൂബ് തന്നെ നല്ലപോലെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് നമ്മുടെ സോഴ്സസ് എടുക്കുക, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ശരി. അങ്ങനെയാണ്. ഓക്കെ. എല്ലാവരുടെയും പിന്നെ ഒരു പ്രശ്നം ഈ സോഷ്യൽ മീഡിയയുടെ ഡിസ്ട്രാക്ഷൻ ആണ്. നമ്മുടെ ഫോണിലേക്ക് അറിയാതെ കൈ പോവാ നോക്കുക ഇത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അതിനെങ്ങനെയാണ് ഓവർകം ചെയ്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്ത്? ഒന്നുമില്ല. വാട്സ്ആപ്പ് യൂസ് ചെയ്യും, അല്ലാതെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഒന്നും നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ആൾക്ക് വേറെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, വാട്സ്ആപ്പ്. അത് പിന്നെ നെസസിറ്റി ആണ്, അത്യാവശ്യം നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണം.
അല്ലാതെ ഫേസ്ബുക്ക് ഇല്ല, ഇല്ല ഇൻസ്റ്റഗ്രാം ഇല്ല, അത് പഠിക്കാൻ വേണ്ടിയല്ല, പൊതുവെ എനിക്ക് സോഷ്യൽ മീഡിയ അത്ര താല്പര്യമില്ല. അത് കുറെ സമയം എന്തായാലും നമ്മളെ സേവ് ചെയ്ത് പഠിക്കാനായിട്ട് സഹായിക്കും. സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായിരുന്നു? പിന്നെ അടിപൊളിയാണ് സൈലത്തിന്റെ ക്ലാസ്. ഓക്കെ താങ്ക് യു. ഞങ്ങൾ വളരെ പ്രൗഡാണ്. ശരിക്കും ഇവിടെ ഒതുങ്ങിക്കൂടാൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആ ഒരു പോസ്റ്റ് കിട്ടി എന്നാ പിന്നെ മതി പഠിത്തം, ഇനിയും മതിയാക്കി അവിടെ നിൽക്കാൻ അങ്ങനെ വിചാരിക്കണ്ടോ? ഇല്ല ഇനിയും പഠിക്കണം. ഓക്കെ. പഠിക്കുന്ന എപ്പോഴും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കേസായിട്ട് തോന്നിയുണ്ടോ? സബ്ജക്ട് ഡിപ്പെൻഡന്റ് ആണ്. ഇഷ്ടമുള്ള സബ്ജക്ട് എത്ര പഠിച്ചാലും ബോറടിക്കത്തില്ല. എന്നാ ചില സബ്ജക്ട്സ് പക്ഷെ നമുക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ. അതെ പഠിക്കും. അങ്ങനെ ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല ജനറലി. പാടുള്ള ഒരു സബ്ജക്ട് ആണ് വിചാരിച്ചു. എളുപ്പമുള്ള നമ്മളെ ഇൻട്രസ്റ്റ് കാരണം പഠിച്ചങ്ങോട്ട് പോകും. പാടുള്ള ഒരു സബ്ജക്ട് പഠിക്കാൻ എന്തെങ്കിലും ഒരു ടിപ്പ്, ഒരാൾക്ക് മാത്സ് പാടും അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്ട് പാടാണെങ്കിൽ അതിന് ബ്രേക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉപയോഗിച്ച വല്ല മെത്തേഡോ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് മാത്സ് ആണ് പാട്. അപ്പോ ഞാൻ രാവിലെ എണീറ്റ ഉടനെ മാത്സ് തന്നെ അങ്ങ് പഠിക്കും. ഒരു ബുക്ക് ഉണ്ടല്ലോ, ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും നമുക്ക് ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യം ആദ്യമേ ചെയ്ത് ഔട്ട് ഓഫ് ദ വേ ആക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഞാൻ ഡിഫിക്കൽട്ട് സബ്ജക്ട്സ് പഠിച്ചു. ശരി, നിങ്ങൾ ഈ പോയിന്റുകളൊക്കെ കേട്ടോളൂ. നമുക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാവിധ ആശംസകളും. ഞങ്ങൾ വളരെ വളരെ ഹാപ്പിയാണ്, ഞങ്ങൾ പ്രൗഡാണ്. അപ്പോൾ എത്താൻ ഉദ്ദേശിക്കുന്ന ഉയരങ്ങളിലേക്ക് എല്ലാം പ്ലാൻ അനുസരിച്ച് എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ശരി.